നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോ ചെയ്തായിരുന്നോ? കറക്റ്റായിട്ട് ചെയ്തായിരുന്നോ? നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തായിരുന്നോ? എങ്കിൽ 2 ദിവസത്തിനോടകം നിങ്ങൾക്ക് നല്ലൊരു വെയിറ്റ് റിഡക്ഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇത് 100% ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സെറ്റ് ഓഫ് വർക്കൗട്ട് വരേണ്ട സമയമായില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും 30 മിനിറ്റ്സ് വീഡിയോ ആണ്. ഇതിൻ്റെ 2 റിപ്പീറ്റേഷനാണ് ചെയ്യേണ്ടത്. 2 ദിവസമാണ് ചെയ്യേണ്ടത്. അതിനുശേഷമുള്ള മൂന്നാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടും ഉണ്ടായിരിക്കും. ആകെ 20 ഡേയ്സാണ് ഈ ഒരു ഡെഡിക്കേഷൻ കാണിക്കേണ്ടത്. 20 ഡേയ്സ്. ആ 20 ഡേയ്സ് ഡെഡിക്കേഷൻ കാണിച്ചാൽ ബോഡിയിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് പോസിബിൾ ആവുക. അൺഹെൽതി സിറ്റുവേഷനിൽ നിന്ന് ഹെൽതി സിറ്റുവേഷനിലോട്ട് ബോഡി കൺവേർട്ടഡ് ആവും എന്നുള്ളതാണ് ആ സാഹചര്യത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ? അങ്ങനെ മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പൈസയും കൊടുക്കാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പിന്നെ ഇതിങ്ങനെ കുറയോ, ഇത് സംഭവിക്കുമോ, നിങ്ങൾക്കിത് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇതിൻ്റെ താഴെ കുറേ കമൻറ്റുകൾ വരുന്നുണ്ടായിരിക്കും. അതിനൊന്നും ആരും റിപ്ലൈ കൊടുത്ത് ബുദ്ധിമുട്ടണ്ട. കാരണം ഇവർക്കൊന്നും ചെയ്യാൻ താല്പര്യമില്ല. ഇവർക്കൊക്കെ ഇത് മറ്റുള്ളവർ ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുകൊണ്ടിരിക്കണം, അറിയണം, എന്നിട്ട് ആലോചിക്കണം, എന്നിട്ട് ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ അതിനൊന്നും റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമൻറ്റുകൾക്കാണ് റിപ്ലൈ കൊടുക്കാറ്. നിങ്ങളിടുന്ന എല്ലാ സ്നേഹ കമൻറ്റുകളും ഞാൻ വായിക്കാറുണ്ട്. ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ്. സമയമിരുന്ന് എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ ഇടുന്നതായിരിക്കും കേട്ടോ. അൺവാണ്ടഡ് കമൻസ് ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കുത്തിപ്പിടിച്ചിരുന്നിട്ട് നെഗറ്റീവ്സ് അടിച്ചുണ്ടാക്കണ്ട. നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ്സ് അവിടെ തന്നെ ഇരുന്നോട്ടെ, ആരും ചോദിച്ചില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് കിടക്കുവാണ് കേട്ടോ. വാമപ്പും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വാമപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ട്രെച്ചിങ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നടുവേദന വരും. അതും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എപ്പോൾ ഏത് വർക്കൗട്ട് എവിടെ നിങ്ങൾ ചെയ്യുവാണെങ്കിലും വാമപ്പ് ചെയ്യുക, അതിനുശേഷം സ്ട്രെച്ചിങ് ചെയ്യുക. രണ്ടും നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ, അതായത് ഞാൻ നേരിട്ട് മോണിറ്റർ ചെയ്ത് ഞാൻ ഡയറ്റ് ആൻഡ് വർക്കൗട്ട് പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങൾക്ക് മാത്രമായിട്ട് ഡയറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. അതിന് ഫീസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം ID ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലോട്ടൊന്ന് DM ചെയ്താൽ മതി. ഓക്കെ, അതിലോട്ടൊരു ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ക്ലാസ്സിലോട്ട് കിടക്കുവാണ്. ആദ്യത്തെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് സിമ്പിൾ വാമപ്പ് ചെയ്യുന്നതിന് വേണ്ടി മുഷ്ടി ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഒരു സർക്കിൾ, 2 സർക്കിൾ, 3 സർക്കിൾ, തിരിച്ച് 1 2 3. യെസ്, ലോക്ക് ചെയ്യുക, മേലോട്ട് കൊണ്ടുപോവുക, നല്ല പോലെ സ്ട്രെച്ച് ചെയ്യുക. ബ്രീത്ത് ഇൻ, സ്ലോലി 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 താഴോട്ട് വരിക. കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സ്ലോലി സ്ലോലി ഉയർന്ന് ഇവിടെ കൈ ഷോൾഡറിൽ വെച്ചിട്ട് 1 2 3. തിരിച്ച് 1 2 3. ബാക്കിലോട്ട് കൈ വെച്ചേക്കുക. അതിനുശേഷം ബട്ടർഫ്ലൈ 1 2 1 2 1 2. യെസ്, നെക്ക് റൊട്ടേഷനാണ് അടുത്തത് വരുന്നത്. 1 2 3. തിരിച്ച് അതേപോലെ അങ്ങോട്ടും 1 2 3. എപ്പോഴെങ്കിലും നെക്ക് ഭയങ്കര സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എക്സസൈസ് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഇനി കൈകൾക്ക് ആക്ഷൻ കൊടുക്കുക. 1 2 3. തിരിച്ച് 1 2 3. യെസ്, ഇനി കാലുകളുടെ ആക്ഷൻ. 1 2 1 2 1 2. ജമ്പ് ചെയ്യാൻ സാഹചര്യമുള്ളവർക്ക് ചെറുതായിട്ട് 2 3 ഒരു 10 തവണ ജമ്പ് ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ആദ്യത്തെ എക്സസൈസ് കൈകളിങ്ങനെ ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30
31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അപ്പർ ബോഡി എക്സസൈസസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ ഈസി എക്സസൈസസ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. That's it. Relax. വെള്ളം കുടിക്കാം. ഫാനിട്ട റൂമിൽ ചെയ്യുക. നല്ലോണം വെൻറ്റിലേഷനുള്ള റൂമിൽ ചെയ്യുക വർക്കൗട്ട്. AC ഇട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അലർജിക്ക് ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതല്ലാതെ AC ഇട്ട് വർക്കൗട്ട് ചെയ്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് നമുക്ക് അലർജി സംബന്ധം ഇപ്പം ആസ്തമയൊക്കെ ഉള്ളവർ ചെയ്യുവാണെങ്കിൽ അടച്ചിട്ട റൂമിൽ AC മാത്രമാകുമ്പോൾ നമുക്ക് അലർജിക്ക് ഇഷ്യൂസ് വരും എന്നുള്ളത് കൊണ്ടാണ് AC ഇട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അതല്ലാതെ അതിന് വലിയ സയൻറ്റിഫിക് റീസൺസ് ഒന്നുമില്ല. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. അടുത്ത എക്സസൈസ് ചെയ്യാം. വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത എക്സസൈസ്. കൈകൾ ബാക്കിലോട്ട് കെട്ടി വെച്ചേക്കുക, എന്നിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. ഇതും ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ എത്രയോ തവണ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ എക്സസൈസ്. പക്ഷേ നല്ലതാണ് ബാക്ക് ഫാറ്റ് കുറയുന്നതിനൊക്കെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. എന്ത് സിമ്പിൾ എക്സസൈസ് ആണെന്നറിയോ? അടുത്തത് അതിലും കുട്ടി എക്സസൈസാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുട്ടി എക്സസൈസ്. ഓക്കെ, 1, 2, 3, മെല്ലെ ബെൻഡ് ചെയ്താൽ മതി. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിയലി ബ്യൂട്ടിഫുൾ എക്സസൈസസ്. ഇനി മുതലാണ് നമുക്ക് കുറച്ച് കളികൾ നമ്മൾ മാറ്റി കളിക്കാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സസൈസസ് ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് കാലറി ബേണിങ് നല്ല പോലെ ഉണ്ടാവുള്ളൂ. നല്ല പോലെ വേർക്കുകയും നല്ല പോലെ കിതയ്ക്കുകയും ചെയ്യുന്ന എക്സസൈസിലോട്ട് മാറുവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കൈകൾ ജസ്റ്റ് മേലോട്ട് ഉയർത്തുക, താഴോട്ട് കൊണ്ടുവന്ന് ചെയ്യാം. ഒരു സൈഡിലോട്ട്. ഓക്കെ, 1. അടുത്ത സൈഡിലോട്ട് 2,
3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. അടുത്ത എക്സസൈസ് ചെയ്യുന്നത് ഒരു സൈഡിൽ നിന്ന് കൈ താഴോട്ട്, ദെൻ നേരെ 1, ഓക്കെ, താഴോട്ട് നേരെ 2, താഴോട്ട് നേരെ 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. ഓക്കെ, റിലാക്സ്. അടുത്ത സൈഡും അതുപോലെ തന്നെ ചെയ്യുക, സൈഡിലോട്ടും താഴോട്ടും. ഓക്കെ, കൈകൾ നേരത്തെ വച്ചതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വച്ചതിന് ശേഷം താഴോട്ട്, ദെൻ സൈഡിലോട്ട്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. ഓക്കെ, റിലാക്സ്ഡ് ആയോ? എങ്കിൽ അടുത്ത വർക്കൗട്ട് ചെയ്യാം. യെസ്, വീണ്ടും സൈഡിലോട്ട് കൈ പിടിക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11,
12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. റിലാക്സ്. ഈ സൈഡും അതേപോലെ തന്നെ ചെയ്യുക. അത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് നിർത്തി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബ്രെത്ത് നോർമൽ ആയതിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, നല്ലോണം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഈ ഒരു 10 വട്ടം ഫോഴ്സ്ഫുള്ളി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് നോക്കൂ. പെട്ടെന്ന് റിലാക്സ്ഡ് ആയതായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. റിലാക്സ്. നല്ലോണം കിതച്ചു ഒന്ന് റിലാക്സ്ഡ് ആവുന്നത് വരെ സിമ്പിൾ എക്സസൈസ് ചെയ്യാം. അപ്പോൾ അടുത്തത് ജസ്റ്റ് കൈ ഇങ്ങനെ താഴോട്ട് വയ്ക്കുക, ബട്ടർഫ്ലൈ പോലെ മേലോട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. കൈവേദനിക്കുന്നുണ്ടാവും. 21, 22, 23, 24 കഴിഞ്ഞു. 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും ഇട്ട് വയ്ക്കുക, ഒരു ലൈക്ക് അടിച്ച് വയ്ക്കുക. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടല്ലോ, പിന്നെ ഒരു ലൈക്കും ഒരു കമൻറ്റും ഇടാൻ എന്തുകൊണ്ടാണ് മടിക്കുന്നത്? അതേപോലെ ഇത് മാക്സിമം ഒരു 4-5 പേർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. ഈ വീഡിയോയുടെ ഗ്രോത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ നല്ല കണ്ടൻറ്റുകളായിട്ട് വരുന്നത്. ഇല്ലെങ്കിൽ ഇനി നമ്മൾ സീരീസ് ചെയ്യുന്നുണ്ടാവില്ല. എപ്പോഴെങ്കിലും നല്ല സ്നേഹം നിറച്ചുകൊണ്ട്, നല്ല മോട്ടിവേഷൻ നിറച്ചുകൊണ്ട് ഒരു 1 hour വർക്കൗട്ട് ചെയ്താലും നമ്മുടെ ചാനലിന് അത്യാവശ്യം ഏണിംഗ് ഉണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ സീരീസ് ചെയ്യുന്നത്. സത്യമായിട്ടും സീരീസിൽ നിന്ന് നമുക്ക് ഒരുപാട് വരുമാനമില്ല. അപ്പോൾ ഒരുപാട് നല്ല സീരീസസ് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനനുസരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിന്നുകൊണ്ട് താഴത്ത് കൈ വയ്ക്കുക, നല്ലോണം കൈ പതിപ്പിച്ച് വെച്ചേക്കുക. ഓക്കെ, എന്നിട്ടൊരു കൈ മേലോട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കിടക്കാച്ച് ചേർക്കോട്ടെ. 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. റിലാക്സ് ചെയ്യുക. സ്ലോലി മാത്രമേ പൊസിഷൻ ചേഞ്ച് ചെയ്യാവൂ. ഫാസ്റ്റായിട്ട് നിന്നിരുന്ന പൊസിഷനിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും ഉളുക്കി പിടിക്കാനോ 2 ദിവസം കിടപ്പിലാവാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഏത് പോസ്ചറും മാറുമ്പോൾ കുറച്ച് സ്ലോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അടുത്ത എക്സസൈസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. 25 എണ്ണം ചെയ്തിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാതെ
20 ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക, 25 ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക, 15 ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക, അങ്ങനെ ചെയ്താലും ഓക്കെയാണ് കേട്ടോ. ഇവിടെ ഞാൻ 25 ചെയ്തിട്ടാണ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അരയ്ക്ക് ഇതുപോലെ ചെറുതായിട്ട് ആക്ഷനൊക്കെ കൊടുക്കുക, അപ്പോൾ മാത്രമേ ആ ഭാഗം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ദെൻ റീസ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5. ഓക്കെ, അടുത്തത് ജസ്റ്റ് ബോഡി ട്വിസ്റ്റ് ചെയ്യുക. ഇതൊരിക്കലും ഒരു എക്സസൈസ് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് റിലാക്സ്, ബോഡി ഒന്ന് റിലാക്സ്ഡ് ആവുന്നതിന് വേണ്ടി, ഭയങ്കര കാലറി ബേണിങ്ങുള്ളൊന്നുമല്ല. ഓക്കെ, റിലാക്സ്ഡ് ആവുന്നതിന് വേണ്ടി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 10 9 8 7 6 5 4 3 2 1. റിലാക്സ്. അടുത്തത് ഒരു ഡയലോഗും ഇല്ലാതെ ക്വിക്കായിട്ട് നമുക്ക് ബെല്ലി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസിലോട്ട് അങ്ങ് സ്വിച്ച് ചെയ്യാം. റെഡിയാണല്ലോ? ഓക്കെ, ഫാസ്റ്റ്. കൈ ഇങ്ങനെ ബാക്കിലോട്ട് പിടിക്കുന്നു, കാലുകൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുന്നു, ജസ്റ്റ് ഇങ്ങനെ ലോക്ക്. 1 2 3 4 5 wow 6 come on 7 8 9 10 11 12 13 കാല് പൊങ്ങട്ടെ 14 15 16 17 18 19 20 21 22 wow 23 24 25 26 27 28 29 30 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. റിലാക്സ്. ഇംപെർഫെക്ഷൻ ഉണ്ടായിരിക്കും, എല്ലാവരും ഇംപെർഫെക്റ്റ് ആണെന്നേ, എല്ലാവരും ഭയങ്കര പെർഫെക്റ്റ് ഒന്നുമല്ല. സോ ഇംപെർഫെക്ഷൻസ് ഉണ്ടായിരിക്കും, കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ഇറ്റ്സ് ഓക്കെ. ആക്ഷൻ കൊടുക്കുന്നുണ്ടല്ലോ, ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം. റെഡിയാണല്ലോ? ഓക്കെ, ജസ്റ്റ് കാലുകൾ ഓപ്പൺ ചെയ്തിട്ട് മിഡിലിൽ ഇതുപോലെ, ഓക്കെ, കൈകൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക, കാലുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ മിഡിലിൽ കൊണ്ടുവരുന്നു, അത്രമാത്രം. 1 മുൻപ് ചെയ്തത് 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5
6, 7, 8, 9, 10. റിലാക്സ്. അടുത്തതൊരു സിമ്പിൾ എക്സസൈസ്. ജസ്റ്റ് കാല് മീതെ വയ്ക്കുന്നു, രണ്ട് സൈഡിലോട്ടും കൊണ്ടുപോകുന്നു എന്ന് മാത്രം. സോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു എക്സസൈസാണ്. അത് നല്ലതാണ് തൈ ഫാറ്റ് കുറയുന്നതിനും ലോവർ ബെല്ലി കുറയുന്നതിനും. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് നടുവിന് നല്ല പോലെ നമ്മൾ പ്രഷർ കൊടുത്താൽ റിലാക്സ്ഡ് ആവാൻ പറ്റിയിട്ടുള്ളൊരു എക്സസൈസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഉള്ളിലോട്ടും ബാക്കിലോട്ടും, ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കുക, ബാക്കിലോട്ട് കൊണ്ടുവരിക. ഈ എക്സസൈസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു 20-50 ഒക്കെ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നടു നല്ല റിലാക്സ്ഡ് ആയിട്ട് കിട്ടും. അതുമാത്രമല്ല, ഈ കംപ്ലീറ്റ് എക്സസൈസ് സെറ്റ് ചെയ്തതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെച്ചിങ് ഉണ്ടായിരിക്കും. ഡെഫിനറ്റായിട്ടും അത് ചെയ്തിരിക്കണം. ഓക്കെ, ശരി, അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം. അടുത്ത എക്സസൈസ് ഒരു ചെയറോ ഒരു സ്റ്റൂളോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം കാല് ഇതുപോലെ മേലോട്ട് പിടിക്കുക, അതേപോലെ താഴോട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചെയർ വേണമെന്നൊന്നും അല്ല കേട്ടോ, ഈസി ആയത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. റിലാക്സ്. അടുത്തത് ഒരു കാലം മറ്റേ കാലിൻ്റെ മീതെ കയറ്റി വെച്ചേക്കുക. സ്ലോലി അപ്പർ ബോഡി ഇങ്ങനെ ഉയർത്തി കൊടുക്കുക, ബട്ടൻ്റെ ഭാഗം ഇങ്ങനെ ഉയർത്തി കൊടുക്കുക. സോ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സസൈസാണ് കേട്ടോ. സോ ഇങ്ങനെ വെച്ചേക്കുക, എന്നിട്ട് ജസ്റ്റ് സ്ലോലി ഉയർത്തി കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11,
12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4 and 5. റിലാക്സ്. എന്തൊരു പൊളി എക്സസൈസാണ്. അടുത്ത സൈഡും അതുപോലെ തന്നെ ഒരു കാല് മറ്റേ കാലിൻ്റെ മീതെ കയറ്റി വെച്ചേക്കുക. സിമ്പിളായിട്ട് ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. യെസ്. ചിലർ ചോദിക്കും സുഖല്ലേന്ന്. ഈ ത്രോട്ട് കണ്ടിട്ടായിരിക്കും. ത്രോട്ട് ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ദാറ്റ് ഈസ് ഓൺലി റീസൺ. യു ആർ ഫീലിംഗ് ദാറ്റ് ഐ എം വെരി ടയർഡ് ആണെന്ന് തോന്നുന്നതിൻ്റെ റീസൺ തന്നെ ഈ ക്രാക്ക്ഡ് ത്രോട്ടാണ്. ക്ലാസ് എടുത്തിട്ടാണ്. ഓക്കെ, അതല്ലാണ്ട് ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ആൻഡ് അപ്പോൾ ഈ സ്ട്രെച്ചിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. യെസ്. അപ്പോൾ ലാസ്റ്റ് എക്സസൈസിലോട്ട് കിടക്കുകയാണ്. അത് ഭയങ്കര സിമ്പിളാണ്. അതുകൂടി കഴിഞ്ഞ് ഈ സെറ്റ് ഓഫ് എക്സസൈസ് അവസാനിച്ചു. പെട്ടെന്ന് കയറി ചെയ്യേണ്ട. ഒരു 2 സെക്കൻഡ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അതിലോട്ട് കിടന്നാൽ മതി. അത് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ളതാണ്. ഹൗ ഡു യു ഫീൽ നൗ? ഇത്രയും എക്സസൈസ് ചെയ്തപ്പോൾ എന്താ തോന്നുന്നത്? ഭയങ്കര എന്തോ ഒരു വലിയ സംഭവം ചെയ്ത പോലെ തോന്നില്ലേ? ഇത് ഒരു റിപ്പീറ്റേഷനും കൂടിയും ചെയ്യുക. 1 hour ചെയ്ത് അവസാനിപ്പിക്കുക. ഇനി ഇത് 50 ചെയ്ത് അടുത്ത 50 ഇതിൻ്റെ ഒപ്പം ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഓരോന്നായിട്ട് 100 റിപ്പീറ്റേഷൻ ചെയ്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. 1 hour കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് ക്ലോക്കിൽ സെറ്റ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത എക്സസൈസിലോട്ട് എടുക്കുകയാണ്. ഫാസ്റ്റായിട്ട് ചെയ്തതിന് ശേഷം കുറച്ച് മോട്ടിവേഷൻ പറയാം. ഓക്കെ, യെസ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അത്രയേ ഉള്ളൂ. ഇന്നത്തെ വർക്കൗട്ട് സെറ്റ് ഇവിടെ അവസാനിക്കുവാണ്. വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ വേദന തോന്നുന്നുണ്ടെങ്കിലും നല്ല പോലെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? നല്ല എനർജി ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. നല്ല ഹാപ്പി ഹോർമോൺസ് റിലീസായിട്ടുണ്ടായിരിക്കും. സ്ട്രെസ് ഫ്രീ ആയിട്ടുണ്ടായിരിക്കും. ഹാപ്പിനെസ് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ടെൻഷൻ ഫ്രീ ആയിട്ടുണ്ടായിരിക്കും. റിലാക്സ്ഡ് ആയിട്ടുണ്ടായിരിക്കും. ഒരുപാട് നല്ല തോട്ട്സ് വന്ന് നിറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇവിടെ പോകണം, അത് പോകണം, അങ്ങനെയൊക്കെ. അതൊക്കെ ഈ ഹാപ്പി ഹോർമോൺസ് നിങ്ങൾക്ക് കൊണ്ടുതരുന്ന കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ദിവസേന 1 hour വർക്കൗട്ട് ചെയ്യാൻ മുടക്കരുത്. എന്ത് അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക, ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് എടുക്കുക, നിങ്ങളുടെ ബോഡിക്ക് വേണ്ടി കുറച്ചധികം വർക്കൗട്ട് ചെയ്യുക. ഈ അടുത്ത കാലത്ത് അക്ഷയ് കുമാർ പറഞ്ഞതാണ്, നിങ്ങളുടെ ബോഡിയെ നോക്കാൻ നിങ്ങളുടെ കയ്യിൽ 1 മണിക്കൂറില്ലെങ്കിൽ നിങ്ങളൊക്കെ ചാവേണ്ടവരാണെന്ന്. ഞാനല്ല പറഞ്ഞത്, അദ്ദേഹമാണ് പറഞ്ഞത്. ഓക്കെ, അതായത് നമുക്ക് നമ്മുടെ ബോഡിയെ നോക്കാൻ 1 മണിക്കൂർ, 24 മണിക്കൂറിൽ 1 മണിക്കൂർ മാറ്റി വയ്ക്കാനില്ലെങ്കിൽ നമ്മൾ അസുഖം ബാധിക്കേണ്ടവർ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനോട് ഞാൻ ടോട്ടലി എഗ്രി ചെയ്യുന്നു. നമ്മുടെ ബോഡിയെ നോക്കാൻ, നമ്മളെ കുറച്ച് നേരം കണ്ണാടിയിൽ നോക്കിയിരിക്കാൻ, നമ്മുടെ ബോഡിയിൽ എവിടെ ഫാറ്റ് അക്യുമുലേറ്റഡ് ആയെന്ന് മനസ്സിലാക്കാൻ, നമ്മുടെ മുടി നരയ്ക്കുന്നോ, പല്ല് കൊഴിയുന്നോ, പല്ലിന് കേടുവന്നോ, കണ്ണെന്താ സംഭവിച്ചേ, ചെവിക്ക് ഓക്കെയാണോ, ഇതൊക്കെ അന്വേഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളെ നോക്കാൻ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ മൈൻഡ്. നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. കണ്ട ഫാമിലി ഗ്രൂപ്പിൽ പോയിട്ട് നെഗറ്റീവ്സ് കൊണ്ടുവന്ന് സ്വന്തം ലൈഫിൽ കൊടുന്നിട്ടിട്ട് അതിന് കിടന്ന് നിലവിളിച്ചേക്കരുത്. ഓക്കെ, ശരി, അതൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല. ഓക്കെ, ഗെറ്റ് ഇൻ ടു ഗുഡ് തിങ്സ് ഓൺലി. ശരി, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. എല്ലാവരും കെട്ടിപ്പിടിച്ചു. ലവ് യു.